ഹലോ വെൽക്കം ടു എഫ് ജി ട്രേഡർ. ഓക്കെ, അപ്പോൾ ഇന്ന് നല്ല ഒരു എക്സ്പയറി ഡേ ആയിരുന്നു. നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി സെയിം തന്നെയായിരുന്നു. മോർണിംഗ് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഒരു ഡൗൺ ട്രെൻഡ് വന്നു. മോർണിംഗ് തന്നെ നല്ല ഗ്യാപ്പ് അപ്പ് ആയിട്ട് നല്ലൊരു രീതിയിൽ ഡൗണിലേക്ക് വന്നു. അതിന് ശേഷം പിന്നെ അവിടെ നിന്ന് റിവേഴ്സിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാതും അങ്ങനെ തന്നെയായിരുന്നു. നല്ല ഗ്യാപ്പ് അപ്പ് തന്നിട്ട് പിന്നെ ഡൗണിലേക്ക് വരുമായിരുന്നു. ഇപ്പോൾ നിഫ്റ്റിയിൽ ഇന്ന് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരു ഡൗൺഫോൾ, അതായത് ഇന്നലത്തെ ലോവും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണ് ചെയ്തത്. അതുപോലൊരു ബ്രേക്ക് ഡൗണാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് തന്നെ എവിടെ നിന്ന് എൻട്രി എടുക്കേണ്ടുന്ന ഒരു അവസ്ഥ അറിയാത്തൊരവസ്ഥയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഡൗൺ തന്നെയായിരുന്നു പോകുന്നത്. 50 മിനിറ്റ്സിൻ്റെ നമുക്ക് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് വേണമെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുമായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചു ആ ഇത് എടുത്താലും കൂടെ ഞാൻ വിചാരിച്ചു എനിക്ക് ഓക്കെ ഇനി CPR തട്ടിട്ട് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ അതവിടെ തട്ടി നിന്നില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ അവിടെ എന്ത് ചെയ്തു, CPR തട്ടുന്ന ടൈമിൽ തന്നെ ഞാൻ ഏകദേശം അവിടെ നിന്നൊരു എൻട്രി എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ CPR മൂവിങ് ആവറേജ് പിന്നെ നമ്മുടെ ഈ ഇന്നലത്തെ ലോല് എല്ലാം ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു, സപ്പോർട്ട് ഏരിയ ആയിരുന്നു ഇത്, ഈ ഒരു ഏരിയ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തട്ടിയതും ഞാനൊരു എൻട്രി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ടൊരു മേലേക്കൊക്കെ മൂവ്മെൻറ്റ് കാണിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ വർക്കൗട്ട് ആയില്ല. ഞാൻ അവിടെ നിന്നൊരു എൻട്രി എടുക്കുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് അവിടെ നിന്നൊരു ലോസ് വരികയും ചെയ്തു. ഏകദേശം ഒരു 20%, 25% ലോസ് ബുക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇങ്ങനത്തെ. ഇവിടെ ആവശ്യമില്ലാതെ ഞാൻ എടുത്തു. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ എടുത്തത്. പക്ഷേ അതൊന്നും യാതൊരു തരത്തിലും അതൊരു എഫക്റ്റ് ആയില്ല. ഒരു ലൂസ് മോഷൻ പോലെയാണ് അതങ്ങനെയുണ്ട് ഡൗണിലേക്ക് പോയിക്കൊണ്ടേയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫുള്ള് ഡൗണിലേക്ക് ആയിരുന്നില്ല. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഫുള്ള് മേലൊക്കെയായിരുന്നു. ഇറങ്ങിയതിലെക്കാട്ടി നമുക്ക് കൂടുതൽ മേലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് ആ ഒരു എൻട്രി കഴിഞ്ഞ ശേഷം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ അതിന് ശേഷം ഇവിടെ നിന്നൊരു വീണ്ടും ഇൻവെർട്ടർ ഹെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഓക്കെ ചിലപ്പോൾ വന്നില്ലെങ്കിലോ ചിലപ്പോൾ അത് ആയില്ലെങ്കിലോ വിചാരിച്ചു. പക്ഷേ ഡൗണിൽ വന്നു. വീണ്ടും മേലോട്ട് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് കറക്റ്റായിട്ടൊരു എൻട്രി വീണ്ടും അവിടെ നിന്ന് എൻട്രി എടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം ആ ഒരു എൻട്രി എനിക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഏകദേശം 30 മിനിറ്റോളം വെയിറ്റ് ചെയ്യുന്നു. 30 മിനിറ്റിൽ എനിക്ക് ഞാൻ വെച്ച ടാർഗറ്റും കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ ഈ മെയിൻ ടാർഗറ്റ് ഇതും ടച്ച് ചെയ്തു. അതിനുശേഷം അത് വീണ്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം 150 വരെയോളം ഞാൻ ഇവിടുന്ന് ഈ ഒരു എൻട്രി എടുത്തത് 45 ആ റേഞ്ചിലാണ് എൻട്രി എടുത്തത്. 40 ആ റേഞ്ചിലാണ് എടുത്തത്. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും 150 ഒക്കെ ആയി. 150, 154 ആ റേഞ്ചിൽ പ്രീമിയം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 40 രൂപയ്ക്ക് എടുത്ത സാധനം ഈ 140, 150 വരെ വന്നു. ഏകദേശം 140 സംതിങ്ങിൽ ഞാൻ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. അങ്ങനെയാണ് എക്സിറ്റ് ആയിട്ടാണ് എനിക്ക് നല്ല രീതിയിൽ ഇന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നത്. വൃത്തിയായി പ്രോഫിറ്റ് എടുത്തു. ഏകദേശം 3x എടുത്തു. 300% പ്രോഫിറ്റാണ് ഞാൻ ഒറ്റ ട്രേഡിൽ എടുത്തത്. പക്ഷേ ഫസ്റ്റ് ഒരു 3K ലോസ് ഉണ്ടായിരുന്നു. അത് C സൈഡിലേക്ക് എടുത്ത്, പക്ഷേ അത് പറ്റിയില്ല. പിന്നെ ഒരു B സൈഡിലേക്ക് എടുത്തു. വൃത്തിയായ ഒരു 300% പ്രോഫിറ്റ്. ഏകദേശം 15K അടുത്താണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സുന്ദരമായിട്ട് അത് എനിക്കൊരു 45,000 എനിക്ക് പ്രോഫിറ്റാക്കി തന്നു. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് ഈ മേലേക്ക് പോയി. പക്ഷേ എടുത്തില്ല. പിന്നെ വീണ്ടും ഞാൻ ഇവിടെ നിന്നൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി എടുക്കുകയാണ് ചെയ്ത്. ഇവിടെ വന്നപ്പോൾ വീണ്ടും ഒരു എൻട്രി എടുത്തു. അതിനുശേഷം അത് ഈ ടാർഗറ്റ് വരെ വെച്ചു. അത് ഞാൻ അവിടെ നിന്ന് ഏകദേശം അതും ഞാനൊരു 40 റുപ്പീസിൽ വാങ്ങിച്ചു. ഏകദേശം പിന്നെയും അതൊരു ഏകദേശം 103 രൂപ, 104 രൂപ ആ റേഞ്ചിൽ വിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏകദേശം ഇന്ന് എനിക്ക് മൊത്തം ഉണ്ടായത് ഏകദേശം ഒരു 5x അടുത്തോളം എനിക്ക് 15K വെച്ച് യൂസ് ചെയ്ത് ഏകദേശം 5x വരെ എനിക്കൊരു റിട്ടേൺ എടുക്കാനാണ്. ഞാൻ 2 ട്രേഡിൽ എനിക്ക് ഈ 5x റിട്ടേണാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുകയാണ്, നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുക. എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടായത് 27,000 ആണ്. പക്ഷേ അതൊന്നും യൂസ് ചെയ്തില്ല. ഞാൻ എക്സ്പയറി ഡേയിൽ ഏകദേശം ഞാൻ മാക്സിമം 3K, 5K അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്തു. അത്യാവശ്യം നല്ല യൂസ് ചെയ്ത് 15K വരെ ഞാൻ യൂസ് ചെയ്തു. ആ 15K യൂസ് ചെയ്തത് നല്ല രീതിയിൽ എനിക്ക് റിട്ടേൺ തരുകയും ചെയ്തു. ഏകദേശം ആ 15K യൂസ് ചെയ്തിട്ടാണ് ഞാൻ 60K ഞാൻ പ്രോഫിറ്റ് ആക്കിയത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇന്ന് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. വൃത്തിയായി എടുത്തു, ഇറങ്ങി. എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഒരു C എടുത്തപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഓക്കെ ലോസാണ് ഓക്കെ എന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ നല്ല ഒരു സപ്പോർട്ട് ഉണ്ടായിട്ട് ആക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല രീതിയിൽ എനിക്ക് മാർക്ക് കിട്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എൻട്രി തന്നെ ആയിരുന്നു ഈ ഡൗണിക്കുള്ള എൻട്രി. അതിനുശേഷം പിന്നെ ഞാൻ മാർക്കറ്റിന് ഫുള്ളായിട്ട് ഔട്ട് ആവുകയാണ് ചെയ്തത്. ഞാൻ പിന്നെ മാർക്കറ്റ് നോക്കിയ പോലും ഇല്ല. അതിനുശേഷം നോക്കുമ്പോൾ
ഒരു 3:30 ആകുമ്പോഴാണ് പിന്നെ ഞാൻ നോക്കുന്നത്. ആ ടൈമിലുണ്ട് ഫുള്ളായിട്ട് കയറിയിരുന്നു. ഒരു പക്ഷേ ഞാൻ ഇരുന്നാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഞാനൊരു സിഇക്ക് എവിടെയെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാകും, നല്ല രീതിയിൽ വീണ്ടും പ്രോഫിറ്റ് ആക്കിയിട്ടുണ്ടാകും. പക്ഷേ വേണ്ട, ഒരുപാട് ആക്കാനൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒഴിവായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാണ് ഉണ്ടായത്. എല്ലാവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു ദിവസം ആയി മാറട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. താങ്ക് യു.